എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറയാൻ അധികാരമുള്ള അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാരെ കരം നമ്മൾ പുൽകിയപ്പോ ഹിദായത്തിന്റെ ഈമാനിന്റെ സംരക്ഷകരായ നമ്മുടെ മശായിഖന്മാർ പതറിപ്പോകുന്ന സമയത്ത്, ഇടറിപ്പോകുന്ന സമയത്ത് അവരുണ്ട് നമുക്ക് കരുത്തു പകരാൻ. ആ മശായിഖന്മാരുടെ ഹളറത്തിൽ എത്തിപ്പെടാൻ നമുക്ക് ലഭിച്ച അവസരം, അതിന് നമ്മൾ നന്ദിയുള്ളവരാവുക, അതിന് നമ്മൾ ശുക്റുള്ളവരാവുക. അള്ളാഹു ചെയ്തു തന്ന വലിയ നിഅമത്ത്, അതിൽ വിറളി പൂണ്ട് ഈ തോന്നിവാസത്തിന് ഈ അഹിലിനെ കിട്ടില്ലെന്ന് കണ്ടപ്പോ ഞങ്ങളെ മശായിഖന്മാരോട് ഈ അഹില് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപത്തിയിൽ നിന്ന് ഈ അഹിലിനെ പിന്തിരിപ്പിക്കാനുള്ള ചുഗുപ്സാവഹമായ ചില നീക്കങ്ങൾ, ചില പിതൃശൂന്യമായ ടെക്സ്റ്റുകൾ, ചില വാർത്തകൾ എന്ന വ്യാജേന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില തോന്നിവാസങ്ങൾ, ചില ശബ്ദരേഖകൾ, അത് വെച്ചിട്ട് ഈ ഉമ്മത്തിന്റെ ആത്മവീര്യത്തെ നശിപ്പിക്കാമെന്നാണ് അത്തരം സംഘടനാ ഫാസിസം ആഗ്രഹിച്ചതെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഞങ്ങൾക്ക് മാതൃക മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ്, ഞങ്ങളെ മഹാന്മാരായ ധീരകേസരികളായ സഹാബത്താണ് ഞങ്ങളുടെ റോൾ മോഡൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്താണ്. ആ സഹാബത്ത് ഹബീബരായ തങ്ങൾ ആവശ്യപ്പെട്ട സമയം വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി, സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും അതേ സ്വന്തത്തെ തന്നെ എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവനും മുത്ത് റസൂലിന്റെ മുമ്പിൽ സമർപ്പണം നിർവഹിച്ച ആ സഹാബത്തിന്റെ പാദപതനം പിന്തുടർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാരെ പിന്നിൽ അതേ നായിബുർ റസൂലുകളായ മഹാന്മാരായ ഖലീഫത്തു റസൂലുള്ളയാകുന്ന അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാരുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഞങ്ങളെ ആ പരിശുദ്ധമായ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ ഒരു വാക്കേ പറയാനുള്ളൂ, മഹാന്മാരായ സഹാബത്ത് പറഞ്ഞ അതേ വാക്ക് ഇല്ല. ഈ സാർത്ഥവാഹക സംഘത്തെ ഈ പരിശുദ്ധമായ ദൗത്യത്തിൽ നിന്ന് ഒരു അണുകിട പിന്തിരിപ്പിക്കാൻ ലോകത്ത് ഒരു സംഘടനാ ഫാസിസത്തിനും സാധ്യമല്ല എന്ന് ഈ പരിശുദ്ധമായ രാവിൽ ഓർമ്മപ്പെടുത്തി. തൽക്കാലം ആ പരിപ്പ് വേവില്ല, ആ അടുപ്പിൽ നിന്ന് വെള്ളം മാറ്റിവെക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി.